2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെയധികം ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പിൽ BJP വിചാരിക്കുന്നത്ര സീറ്റുകൾ നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലെത്താനും BJPക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. പ്രതിപക്ഷം കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവിടെ NDA സഖ്യം അധികാരത്തിൽ വീണ്ടും വരുന്ന കണക്ക് കാര്യങ്ങൾ മാറി. പക്ഷേ അതിനുശേഷം എന്താണ് ഇന്ത്യയിലുടനീളം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അതായത് പ്രതിപക്ഷം നല്ല രീതിയിൽ തിരിച്ചു വരും അല്ലെങ്കിൽ ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷയെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ട് 2024 BJP പ്രതീക്ഷിക്കാത്ത തരത്തിലോട്ടുള്ള ഒരു തിരിച്ചടി ലഭിച്ചെങ്കിലും 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും BJPയുടെ ഒരു വലിയ തിരിച്ചുവരവാണ് കണ്ടതെന്ന് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ വരെ അവർ വിജയിച്ച് കയറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. പ്രതിപക്ഷം ഈ ഒരു അവസരത്തിൽ എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു. എന്നാൽ ഇനി 2029 തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ, മാറ്റങ്ങൾ? ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെയും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ? എത്ര സീറ്റുകൾ ഈ പറയുന്ന തോതിൽ BJP NDAക്ക് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ പുതുതായി പുറത്തു വന്നിരിക്കുകയാണ്. അതും ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള വോട്ടർ സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ സർവേ റിസൾട്ട് പ്രകാരം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ 2029 എന്ത് സംഭവിക്കും? അതായത് 2029 BJP അധികാരത്തിൽ വീണ്ടും എത്തുമോ? അതല്ല ഈ പറയുന്ന തോതിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനൊരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും സർവേ റിസൾട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം. അതായത് ഇന്ത്യ ടുഡേ വോട്ടർ സർവേ റിസൾട്ട് പ്രകാരം 2029 എന്ത് സംഭവിക്കും? ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്ന ഈ സർവേ റിസൾട്ട് പ്രകാരം BJPക്ക് 350 കൂടുതൽ സീറ്റുകളാണ് ലഭിക്കുക എന്നുള്ളതാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര സീറ്റുകളായിരിക്കും ഈ BJPക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമൊക്കെ തന്നെ ലഭിക്കുക എന്നുള്ള ആ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും വോട്ടർ സർവേ റിസൾട്ട് പ്രകാരം 350 കൂടുതൽ സീറ്റുകൾ BJPക്ക് NDAക്ക് ലഭിക്കുമെന്നാണ് സർവേ റിസൾട്ട് പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ നേടിയേക്കാട്ടിലും വളരെ കൂടുതൽ അവർ 350 കടക്കുമെന്ന് വോട്ടർ സർവേ പറയുന്നു. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും അവർ കഴിഞ്ഞ തവണ 230 കൂടുതൽ നേടിയെങ്കിൽ ഇത്തവണ അത് 200 താഴെ പോകുമെന്നും 180+ മാത്രമാണ് പറയുന്നതെന്ന് പറയുന്നത്. അതായത് 180 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിനും 350-ലധികം സീറ്റുകൾ NDAക്കും അതേഴ്സിന് 8 സീറ്റുകൾ കൂടുതൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും BJP NDA സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അതായത് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഇത്തവണ. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ 2029 കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ആ ഒരു ഓരോ തരത്തിലുമുള്ള സാഹചര്യം പരിശോധിക്കുമ്പോഴത്തേക്കും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന സർവേ റിസൾട്ട് പ്രകാരം പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ വോട്ട് ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും NDAക്ക് മാത്രമായിട്ട് 48% പറയുന്നു. ഇന്ത്യ സഖ്യത്തിന് 38% പറയുന്നു. അതേഴ്സ് 14% പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന തോതിൽ NDAക്ക് തന്നെയാണ് നേട്ടം എന്നുള്ളത് എടുത്തു പറയണം. NDA അധികാരത്തിൽ വീണ്ടും തുടരുമെന്ന് സർവേ റിസൾട്ട് പറയുന്നു. ഇന്ത്യ സഖ്യം കോൺഗ്രസ് പ്രതിപക്ഷം തന്നെയായിരിക്കുമെന്ന് പറയുന്നു. കോൺഗ്രസിനെ കഴിഞ്ഞ തവണ കിട്ടിയേക്കാളുള്ള സീറ്റ് കുറയും, ഇന്ത്യ സഖ്യത്തിന് സീറ്റ് കുറയുമെന്ന് പറയുന്നു. NDAക്ക് സീറ്റ് കൂടും, BJPക്ക് സീറ്റ് കൂടും, വോട്ട് ശതമാനവും ആ ഒരു തരത്തിൽ വളരെ നല്ലൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി എന്തായാലും ഇനി 2029 ലോക്സഭ അഭിപ്രായ വോട്ടെടുപ്പ് ഈ ഒരു പുതുതായിട്ട് ലേറ്റസ്റ്റായിട്ട് വന്ന ട്രാക്കർ റിസൾട്ട് അനുസരിച്ച് വോട്ടറിൻ്റെ ട്രാക്കർ റിസൾട്ട് അനുസരിച്ച് BJP NDA തന്നെ അധികാര തുടർച്ചയുണ്ടാകുമെന്നും അവിടെ NDA ഇന്ത്യ സഖ്യം കോൺഗ്രസിന് വീണ്ടും തകർച്ചയായിരിക്കും. അതായത് 2024 ഒരു തിരിച്ചുവരവ് പോലുള്ള ഒരു ഇതുണ്ടായെങ്കിൽ 2029 ഒരു തിരിച്ചുപോക്കായിരിക്കുമെന്ന് പറയുന്നു. വീണ്ടും ഒരു പതനമായിരിക്കുമെന്ന് പറയുന്നു. സീറ്റുകൾ നല്ല രീതിയിൽ കുറയുമെന്ന് പറയുന്നു. എന്നാൽ
BJP സീറ്റുകൾ വീണ്ടും വർദ്ധിക്കുമെന്ന് പറയുന്നു. അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണാനുള്ളത് സീറ്റുകളുടെ കാര്യത്തിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തികയ്ക്കുമെന്ന് പറയുന്നു. NDA മൊത്തത്തിൽ 350-ലധികം സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. ഇന്ത്യ സഖ്യം 180 എന്നുള്ള കണക്കിലേക്ക് എത്തുന്നു. അതേഴ്സ് 9 എന്നുള്ള കണക്കിലേക്ക് പറയുന്നു. എന്നാൽ NDA വോട്ട് ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും 48% പറയുന്നു. ഇന്ത്യ സഖ്യം 38% പറയുന്നു. എന്നാൽ അതേഴ്സ് 14% പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം, സി വോട്ടറിൻ്റെ സർവേ റിസൾട്ട് പ്രകാരം BJP NDA അധികാരത്തിൽ വീണ്ടും തുടരുമെന്ന് തന്നെയാണ് വ്യക്തമായി പറയുന്നതെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവർ ഉടനീളം നടത്തിയ സർവേ റിസൾട്ടുകളിൽ ഈ ഇന്ത്യ സഖ്യത്തിന് ഒരു നേട്ടവുമില്ല എന്നും, എന്നാൽ BJPക്ക് വളരെ വലിയ തോതിലുള്ള നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും സർവേ റിസൾട്ട് പോലെയാണ് കാര്യങ്ങളെങ്കിൽ വളരെ വലിയൊരു തിരിച്ചടിയിലേക്കാണ് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് നീങ്ങുന്നത് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. കാരണം കോൺഗ്രസ് ഇന്ത്യ സഖ്യം എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തകർന്ന തരിപ്പണമായി ഓരോ വഴിക്കായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു. എല്ലാ അർത്ഥത്തിലും അവരിപ്പോൾ ശക്തിപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. അവർ ഈ പറയുന്ന 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം അവർ ഡൽഹി പിടിച്ചെടുത്തു, അതോടൊപ്പം തന്നെ ബംഗാൾ പിടിച്ചെടുത്തു. അപ്പോൾ അവർ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും അവർ പിടിച്ചെടുക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുകയും ഭരണ തുടർച്ച പലയിടങ്ങളിലും അവർക്ക് നേടിയെടുക്കാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. കാത്തിരിക്കാം എന്തായിരിക്കും 2029 സംഭവിക്കാൻ പോകുന്നത്. ഇനിയുള്ള നാളുകളിൽ എന്ത് തരം മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത് BJPക്ക് അനുകൂല തരംഗം തന്നെയാകുമോ, അതല്ല ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.